അപ്പൊ യൂറോപ്പ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ വെച്ചിട്ട് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇന്ന് നമ്മൾ കണ്ടത്. ആൻഫീൽഡിൽ വെച്ചിട്ട് ലിവർപൂളിനെ അറ്റ്ലാന്റ 3-0 ഇന്ന് തോൽപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോമ്പറ്റീഷനിൽ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ലിവർപൂൾ ആണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ഫോം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കപ്പായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു അട്ടിമറി നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. അറ്റ്ലാന്റയുടെ ഒരു കിടിലം പെർഫോമൻസ് ആണ് ആൻഫീൽഡ് വെച്ചിട്ട് നമ്മൾ കണ്ടത്. ഇപ്പൊ 2022 റയലിനെതിരെയാണ് അവസാനമായിട്ട് ലിവർപൂൾ ഹോമിൽ വെച്ച് പരാജയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഇന്ന് നമ്മൾ പല എക്സ്പെക്ട് ചെയ്ത പല ഘടകങ്ങളും ലിവർപൂൾ സൈഡിൽ നിന്ന് കണ്ടിരുന്നില്ല. ഗാസ്പെരീനിയുടെ ഒരു മാസ്റ്റർ ക്ലാസ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം പുള്ളി മാൻ മാർക്കിംഗ് ചെയ്തുകൊണ്ട് ലിവർപൂളിനെ നല്ല രീതിയിൽ തന്നെ സഫോക്കേറ്റ് ചെയ്തു എന്ന് പറയേണ്ടി വരും. കാരണം പല മത്സരം ഞാൻ കണ്ടിട്ടുണ്ട് ലിവർപൂളിന്റെ കാര്യത്തിൽ. അവര് അറ്റാക്ക് ചെയ്ത് കളിക്കുമ്പോഴൊക്കെ ഹോമിൽ വളരെ ഫ്ലൂയിഡ് ആയിട്ട് ബോൾ കൊണ്ടുപോകുന്നതും അറ്റാക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് 71% പൊസിഷൻ ലിവർപൂളിന്റെ കയ്യിലായിരുന്നു. പക്ഷേ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് നോക്കി കഴിഞ്ഞിട്ടുണ്ട് ക്ലിനിക്കൽ ആയിട്ടുള്ള വളരെ കുറച്ച് ചാൻസുകൾ മാത്രമേ ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, കൗണ്ടർ പ്രസ്സും ചെയ്തുകൊണ്ട് മിഡ്ഫീൽഡിൽ നിന്നൊക്കെ വളരെ കൃത്യമായിട്ട് ബോൾ റിക്കവർ ചെയ്യാൻ അറ്റ്ലാന്റയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഗാസ്പെരീനിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയായിരുന്നു. പുള്ളി കൃത്യമായിട്ട് എൻഡോ ആയാലും പിന്നീട് വന്ന സബോസ്ലൈയുടെ കയ്യിൽ നിന്നൊക്കെ ബോൾ റിക്കവർ ചെയ്യുന്നു, ഒരു കൗണ്ടർ അറ്റാക്കിലേക്ക് പോകുന്നു. കൗണ്ടർ അറ്റാക്കിങ്ങിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് സ്കമാക്ക. നമ്മൾ വെസ്റ്റ് ഹാമിൽ വെച്ച് സ്കമാക്കനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് പുള്ളിയുടെ ഒരു വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ഡിഫൻസിന്റെ കാര്യത്തിൽ ലിവർപൂളിന് ആകെ താളം തെറ്റി എന്ന് പറയണം. കാരണം മാൻ മാർക്കിംഗ് ഒക്കെ ലിവർപൂൾ സൈഡിൽ നിന്ന് പലപ്പോഴും വ്യക്തമായിട്ട് നമ്മൾ കാണാറുണ്ടായിരുന്നു. ഇന്ന് ആദ്യത്തെ ഗോളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് വിങ്ങിലൂടെയുള്ള ഒരു അറ്റാക്കിംഗ് മൂവ്മെന്റ്, സ്കമാക്ക വളരെ ഈസി ആയിട്ട് മിഡ്ഫീൽഡിൽ നിന്ന് കയറി ബോക്സിലേക്ക് വരുന്നു. റൈറ്റ് വിങ്ങിൽ നിന്ന് ബോക്സിലേക്ക് വന്ന പന്ത് വളരെ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു. കൊണാട്ടെ ഉണ്ടായിരുന്നു, വാൻഡേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇവരാരും പുള്ളിയെ മാർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുള്ളിയെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ രണ്ടാമത്തെ ഗോൾ നോക്കിയാലും ഇതുപോലൊരു ഡിഫൻസീവ് പ്രശ്നം ഉണ്ടായിരുന്നു. റൈറ്റ് വിങ്ങിലൂടെ വന്ന് ഒരു കൃത്യമായിട്ട് ഒരു ക്രോസ് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഡിഫൻസ് ഒരു 2 മിനിറ്റത്തേക്ക് സ്വിച്ച് ഓഫ് ആയിരുന്നു. അവര് സ്കമാക്കയുടെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്യാനേ നോക്കിയില്ല. പുള്ളി ഈസി ആയിട്ട് മുമ്പിൽ കയറി ബോൾ റിസീവ് ചെയ്ത് ഫസ്റ്റ് ടച്ചിൽ സ്കോർ ചെയ്തതിന് ശേഷമാണ് ഡിഫൻസ് ഒക്കെ ആ സമയത്ത് ഓടിയെത്തുന്നത്. അങ്ങനെ ആകെ പ്രശ്നങ്ങളായിരുന്നു. അവസാനത്തെ ഗോൾ നോക്കിയാൽ അത് വളരെ കൃത്യമായിട്ട് ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. സബോസ്ലയുടെ കയ്യിൽ നിന്ന് ബോൾ റിക്കവർ ചെയ്യുന്നു, ഒരു കൗണ്ടറിലേക്ക് പോയി. അത് ഗോൾ കീപ്പർ തടയാൻ ശ്രമിച്ചു. പക്ഷേ റിട്രീവ് ചെയ്ത പന്ത് കൃത്യമായിട്ട് ബോക്സിലേക്ക് എത്തിക്കാനും അറ്റ്ലാന്റിക്ക് കഴിഞ്ഞു. അങ്ങനെ വളരെ കൃത്യമായിട്ട് 3 ഗോളുകൾ സ്കോർ ചെയ്യാൻ അറ്റ്ലാന്റിക്ക് സാധിക്കുകയും ചെയ്തു. ഇന്ന് ക്ലോപ്പിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു കാരണവശാലും ഒരു ഇമ്പാക്ട് കൊണ്ടുവന്നില്ല എന്ന് പറയേണ്ടി വരും. മോസല വന്നു, ലൂയിസ് ഡിയാസ് വന്നു, അതുപോലുള്ള പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരു കാര്യമായിട്ടുള്ള അറ്റാക്കിംഗ് ത്രെട്ട് വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. അവസാനം ജോട്ടയെ കൊണ്ടുവന്നു. ജോട്ടോ 1-2 ഹാഫ് ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു, 2-3 ക്രോസ് ഒക്കെ പുള്ളി റിസീവ് ചെയ്തു. പക്ഷെ പുള്ളിക്കും ഒരു ഗോള് പോലും അടിക്കാൻ സാധിക്കാത്ത സിറ്റുവേഷൻ ആയിരുന്നു. എന്തായാലും 3-0 ഒരു പരാജയമൊന്നും നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. സെക്കൻഡ് ലെഗിൽ എവേ മത്സരത്തിൽ 4 ഗോൾ അടിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. എസ്പെഷ്യലി പ്രഷർ ഇപ്പോ ലിവർപൂളിന്റെ കയ്യിലാണ്. നമുക്കറിയാം UCL വെച്ചിട്ട് ഒരു 3-0 കംബാക്ക് ഒക്കെ ലിവർപൂൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എവേ മത്സരത്തിൽ എങ്ങനെയായിരിക്കും ആ ഒരു റിസൾട്ട് കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായാലും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം. ലിവർപൂൾ ഒരു കിടിലം പെർഫോമൻസുമായിട്ട് അടുത്ത ലെഗിൽ തിരിച്ചു വരട്ടെ. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.